എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. ക്രിസ്മസ് നഗരിയെ പ്രകാശപൂരിതമാക്കാൻ സിൽവസ്റ്റർ 2024-25 തുടക്കം. കൊച്ചി രൂപത, KCYM, HRD എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സിൽവസ്റ്റർ 2024-25 ദീപാലങ്കാര മത്സരത്തിന്റെ ഉദ്ഘാടനം ഫോർട്ട് കൊച്ചി മെത്രാസൻ മന്ദിരത്തിൽ വെച്ച് സിൽവസ്റ്റർ നക്ഷത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ട് വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷൈജു പരിയാത്തുശ്ശേരി നിർവഹിച്ചു. കൊച്ചിയെ പ്രകാശപൂരിതമാക്കുകയും അതിലൂടെ അതിന്റെ തനതായ പൈതൃകത്തെയും സംസ്കാരത്തെയും ലോകത്തെ അറിയിക്കുകയുമാണ് സിൽവസ്റ്റർ ദീപാലങ്കാര മത്സരം വഴി ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സിൽവസ്റ്റർ 2024-25 കോർഡിനേറ്റർ കാസി പൂപ്പന അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ മുഖ്യാതിഥിയായിരുന്നു. ഇത് നല്ല രീതിയിൽ തന്നെ വരുന്നതിൽ നമുക്ക് ഇതിന്റെ വ്യാപ്തി കുറേ ആഴത്തിലായിട്ട് അറിഞ്ഞു വരുന്നത്. നമ്മൾ കളറിംഗ് ലൈറ്റ്സും അതുപോലെ സ്റ്റാർസും ഒരു യൂണിഫോം സ്റ്റാർസിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് വരുന്നത്. നമ്മൾ കൊച്ചി മുതൽ ചെല്ലാൻ വരെ ഒരു യൂണിഫോം സ്റ്റാർസും എല്ലാ പള്ളികളിലും ഒരേ പോലത്തെ സ്റ്റാർസ് നമുക്ക് കുറേ കൂടി കയറ്റാൻ സാധിച്ചാൽ അത് കുറേ കൂടി നമുക്ക് വിജയമായിരിക്കും. നമുക്ക് വരുന്ന വർഷങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് കുറേ കൂടി നോക്കാം. അതിനുള്ള എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് കുറേ കൂടി ഇത് ഇവിടെ മാത്രം ഒതുക്കി നിർത്താതെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ക്രിസ്മസിനും ന്യൂ ഇയറിനും നമ്മുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്കറിയാം. അതിലിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര വർഷങ്ങളുള്ള ചരിത്രങ്ങളോട് ചെയ്യുന്നു. അപ്പോൾ ചരിത്രം പറയുന്ന സ്ഥലത്ത് നിന്ന് ഇത് ബാംഗ്ലൂരിൽ തന്നെയാണ്. കൊച്ചി രൂപത ചാൻസലർ റെവറർ ഫാദർ ജോണി സേവ്യർ പുതുക്കാട് സിൽവസ്റ്ററിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ക്രിസ്മസ് പുതുവത്സര നാളുകളിൽ കൊച്ചിയുടെ ദീപാലങ്കാര പാരമ്പര്യത്തെ വിപുലമാക്കുക, കൊച്ചിയെ കൂടുതൽ മനോഹരിയായി അണിയിച്ചൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിൽവസ്റ്റർ 2024 നടത്തപ്പെടുന്നത്. 2024 ഡിസംബർ 23 മുതൽ 2025 ജനുവരി 2 വരെയാണ് സിൽവസ്റ്റർ ദീപാലങ്കാര മത്സരം നടത്തപ്പെടുന്നത്. KCYM കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ജോർജ് ഏലശ്ശേരി, യുവജന ശുശ്രൂഷ സമിതി ആനിമേറ്റർ റനീഷ് മാത്തച്ചൻ, KCYM രൂപത ആനിമേറ്റർ C. മാർഗ്രറ്റ്, KCYM രൂപത ആനിമേറ്റർ സിസ്റ്റർ മാർഗ്രറ്റ്, രൂപത കോർഡിനേറ്റർമാരായ ഡാനി ആന്റണി, അന്ന സിൽഫ, ജോർജ് ജിക്സൺ, ആന്റണി ആൻസൽ എന്നിവർ സംസാരിച്ചു. ദീപാലങ്കാരം എന്ന് പറയുമ്പോൾ അലങ്കാരം മാത്രമാകുന്നില്ല എന്ന് നമുക്കറിയാം. പ്രകാശമാണ്. പ്രകാശം ദൈവത്തിൻ്റെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്നാണ് ഈശോ പറഞ്ഞത്. മറ്റുള്ളവർക്ക് പ്രകാശം വരുത്താൻ നമുക്ക് ദൗത്യമുണ്ട്, കടമയുണ്ടെന്നും നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ ദീപാലങ്കാരം എല്ലാം കാണുമ്പോഴും പ്രകാശം കാണുമ്പോഴും ദൈവത്തെയാണ് എല്ലാവരും ഓർക്കുക. പ്രത്യേകമായി ഇതിന് നേതൃത്വം നൽകുന്ന ജോണി അച്ഛനും മെൽറ്റസ് അച്ഛനും ജോഷി അച്ഛനും അതുപോലെ കാസി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.